ലോകത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ബിസ്ക്കറ്റ് ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? അതൊരു ഇന്ത്യൻ ബിസ്ക്കറ്റ് ആണ്. ഒരു സെക്കൻഡിൽ ഏകദേശം 4500 പേരോളം ഈ ബിസ്ക്കറ്റ് കഴിക്കുന്നുണ്ട്. ഒരു മാസം പുറത്തിറങ്ങുന്ന ഈ ബിസ്ക്കറ്റ് ഒന്നിനു പിറകെ ഒന്നായി അടുക്കി വെച്ചാൽ ഏകദേശം 7 ലക്ഷത്തോളം കിലോമീറ്ററുകൾ വരും. അതായത് ഭൂമിയിൽ നിന്നും ചന്ദ്രനിലേക്കുള്ള ദൂരം. അതെ, നമ്മൾ പറഞ്ഞു വരുന്നത് അക്കൂട്ടരെ കുറിച്ചാണ്. ലോകമടക്കി ഭരിക്കുന്ന ഒരു ഇന്ത്യൻ ബ്രാൻഡിനെ കുറിച്ച്, ഒരു ബിസ്ക്കറ്റ് കൊണ്ട് ഇന്ത്യക്കാരുടെ പട്ടിണി മാറ്റിയ ആ ഭീമന്മാരെ കുറിച്ച്, അതെ, പാർലേജിയെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വെൽക്കം ടു ബിസ്ലൻസ്. സ്വാതന്ത്ര്യത്തിന് മുമ്പേ തുടങ്ങുന്ന ചരിത്രമാണ് പാർലേജിക്കുള്ളത്. കൃത്യമായി പറഞ്ഞാൽ 86 വർഷങ്ങൾക്ക് മുമ്പ്. അന്നെല്ലാം പണക്കാരുടെ തീന്മേശയിൽ മാത്രമായിരുന്നു ബിസ്ക്കറ്റിനെ കണ്ടിരുന്നത്. കാരണം അന്നുകാലങ്ങളിൽ ഇന്ത്യയിലേക്ക് ബിസ്ക്കറ്റ് വന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നായിരുന്നു. അതിനാൽ തന്നെ ഒരു ബിസ്ക്കറ്റ് വാങ്ങാൻ ഭീമമായ തുക ചിലവ് വരികയും ചെയ്തിരുന്നു. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യയിൽ ഒരു ബിസിനസ് തുടങ്ങുക എന്നതും ഏറെക്കുറെ ശ്രമകരമായ ഒന്നായിരുന്നു. എന്നാൽ സ്വദേശീവൽക്കരണം ശക്തമായതോടുകൂടി ഇന്ത്യയിൽ പല ബിസിനസ്സുകളും മുളപൊട്ടി തുടങ്ങി. ഈ കാലത്താണ് ഗുജറാത്ത് സ്വദേശിയായ മോഹൻ ദയാൽ എന്ന വ്യക്തിക്കും ഒരു ബിസിനസ് തുടങ്ങണമെന്ന് മനസ്സിൽ വരുന്നത്. വെറുമൊരു ടൈലർ ജോലിക്കാരനായ അദ്ദേഹത്തെ സംരംഭകത്വം വേട്ടയാടാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലങ്ങളായിരുന്നു. അങ്ങനെയാണ് സ്വന്തമായി ഒരു ബേക്കറി തുടങ്ങുക എന്ന ആശയത്തിലേക്ക് അദ്ദേഹം എത്തിയത്. എന്നാൽ അന്ന് കാലത്ത് ഇന്ത്യയിൽ ബേക്കിംഗ് പഠിക്കാൻ യാതൊരു സംവിധാനവുമില്ല. ഒടുക്കം അദ്ദേഹം ബേക്കിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് ഫ്രാൻസിലേക്ക് വണ്ടി കയറുന്നു. ഫ്രാൻസിൽ നിന്ന് പഠനം പൂർത്തിയാക്കി തിരിച്ചെത്തിയ ശേഷവും അദ്ദേഹത്തിനെ നേരിട്ട പ്രധാന വെല്ലുവിളിയായിരുന്നു മെഷീനറികൾ. ബേക്കിങ്ങിന് വേണ്ട യാതൊരു മെഷീനറിയും അന്ന് ഇന്ത്യയിൽ ലഭ്യമായിരുന്നില്ല. ഒടുക്കം ഉള്ളതെല്ലാം വിറ്റുകുറുക്കി 60,000 രൂപക്ക് അദ്ദേഹം ജർമ്മനിയിൽ നിന്നും ഇന്ത്യയിലേക്ക് മെഷീനറികളിൽ എത്തിച്ചു. അങ്ങനെ 1929 മുംബൈയിലെ പാർലെ എന്ന സ്ഥലത്ത് 12 സ്റ്റാഫുകളെ വെച്ച് അദ്ദേഹം ഒരു ഫാക്ടറി തുറന്നു. എന്നാൽ കമ്പനി തുടങ്ങി 9 വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം ബിസ്ക്കറ്റ് നിർമ്മാണത്തിലേക്ക് കടക്കുന്നത്. അതായത് 1938. ആ വർഷമാണ് ആദ്യമായി ഇന്ത്യയിൽ ഒരു ബിസ്ക്കറ്റ് പുറത്തിറങ്ങുന്നത്. വളരെ കുറഞ്ഞ വിലയിൽ ഗ്ലൂക്കോസ് ചേർത്ത ബിസ്ക്കറ്റ് ഇന്ത്യയിലെമ്പാടും അന്ന് വൻ വിപ്ലവമാണ് തീർത്തത്. ഇന്ത്യയിലെ ഗ്രാമങ്ങളിലേക്ക് വരെ ബിസ്ക്കറ്റ് എത്തി തുടങ്ങി. സാധാരണക്കാരന്റെ തീന്മേശയിലും ബിസ്ക്കറ്റ് ഒരു നിത്യഭക്ഷണമായി മാറി. എന്നാൽ പാർലെ ഗ്ലൂക്കോയുടെ ചുവട് പിടിച്ച് ഒരുപാട് ഗ്ലൂക്കോസ് ബിസ്ക്കറ്റുകൾ ഇന്ത്യയിലേക്ക് എത്താൻ തുടങ്ങി. അന്നാണെങ്കിൽ ഇറങ്ങുന്ന എല്ലാ ബിസ്ക്കറ്റുകളും ഗ്ലൂക്കോസ് ബിസ്ക്കറ്റ് എന്ന പേരിലാണ് അറിയപ്പെട്ടുകൊണ്ടുമിരുന്നത്. ഇത് പാർലെ ഗ്ലൂക്കോയുടെ കച്ചവടത്തെ വൻ രീതിയിലാണ് ബാധിച്ചത്. അപ്പോഴാണ് കമ്പനി തങ്ങൾക്കൊരു പേരിടണമെന്ന ആശയത്തിലേക്ക് എത്തുന്നത്. അങ്ങനെയാണ് മുംബൈയിലെ കമ്പനി സ്ഥിതി ചെയ്യുന്ന പാർലെ എന്ന സ്ഥലത്തിന്റെ പേരും ഗ്ലൂക്കോസിൽ നിന്ന് ജി എന്ന് മാത്രം എടുത്ത് പാർലേജി എന്ന ബിസ്ക്കറ്റ് ഇറങ്ങുന്നത്. പിന്നീട് ഈ ജി ഗ്ലൂക്കോയിൽ നിന്നും ജീനിയസ് എന്ന് അവർ തിരുത്തുകയും ചെയ്തു. അവിടെയും നിർത്താൻ തയ്യാറായിരുന്നില്ല പാർലേജി. അന്ന് കാലത്ത് ബിസ്ക്കറ്റുകൾക്കൊന്നും പാക്കിംഗ് ഇല്ലായിരുന്നു. ആദ്യമായി ബിസ്ക്കറ്റുകൾക്ക് പാക്കിംഗ് അവതരിപ്പിക്കുന്നതും പാർലേജിയാണ്. മഞ്ഞ നിറത്തിലുള്ള മനോഹരമായ ഒരു കവർ, അതിൽ ചുവന്ന ബാക്ക്ഗ്രൗണ്ടിൽ വെളുത്ത അക്ഷരത്തിൽ പാർലേജി എന്ന് എഴുതി വെച്ചിരുന്നു. കവറിന്റെ ഒരു വശത്ത് സുന്ദരിയായ ഒരു പെൺകുട്ടിയുടെ ചിത്രവും കാണാമായിരുന്നു. ഈ പെൺകുട്ടി ആരാണെന്ന് ഇടയ്ക്കിടയ്ക്ക് സൈബറിടങ്ങളിൽ ചർച്ച നടക്കാറുണ്ട്. സുധാമൂർത്തിയുടെ ചെറുപ്പകാലത്തെ ഫോട്ടോയാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വാദങ്ങളും കാണാറുണ്ട്. എന്നാൽ ഇതിനെല്ലാം പാർലെ കമ്പനി തന്നെ വ്യക്തത വരുത്തിയതാണ്. എവറസ്റ്റ് എന്ന ബ്രാൻഡിംഗ് കമ്പനിയിലെ ഒരു തൊഴിലാളി വിളച്ചതാണ് ഈ ചിത്രം എന്നാണ് പാർലെ പറഞ്ഞിട്ടുള്ളത്. സ്വതന്ത്രം കിട്ടിയ ആദ്യ നാളുകളിൽ ഇന്ത്യയിൽ ഗോതമ്പിന് വലിയ വിലയായിരുന്നു. അക്കാലത്തെല്ലാം ബാർലി ഉപയോഗിച്ചാണ് പാർലേജി ബിസ്ക്കറ്റുകൾ ഉണ്ടാക്കിയിരുന്നത്. എന്നാൽ ഇന്ന് ഗോതമ്പ്, പാൽപ്പൊടി, പാൽ, പഞ്ചസാര, ഉപ്പ് എന്നിവയെല്ലാം നിശ്ചിത അളവിൽ ചേർത്ത് 280 ഡിഗ്രിയിൽ 8 മിനിറ്റോളം വേവിച്ചിട്ടാണ് ഓരോ പാർലേജി ബിസ്ക്കറ്റും പുറത്തിറങ്ങുന്നത്. പാർലേജിയുടെ ചരിത്രങ്ങളിൽ വൻ വഴിത്തിരിവുണ്ടാക്കിയ മറ്റൊന്നാണ് പാർലേജിയുടെ പരസ്യങ്ങൾ. ശക്തിമാൻ പരസ്യം ഇതിൽ ഏറെ പ്രചാരണത്തിലുണ്ടായിരുന്നതും നമ്മൾ ഓർക്കുന്നതുമായ ഒന്നാവും. ഈ ഒരൊറ്റ പരസ്യം കൊണ്ട് മാത്രം 50 ടണ്ണായിരുന്ന അവരുടെ വിൽപ്പന 2000 ടണ്ണാക്കി ഉയർത്താൻ അവർക്ക് സാധിച്ചു. അതുപോലെ തന്നെ 2ാം ലോക മഹായുദ്ധത്തിന്റെ സമയത്ത് ബ്രിട്ടീഷ് പട്ടാളക്കാർക്ക് വേണ്ടിയിട്ടും അവിടുത്തെ ഗവൺമെന്റ് പാർലേജി ഇറക്കുമതി ചെയ്തിരുന്നു. പാർലേജിക്ക് മറ്റൊരു ബ്രേക്ക് ത്രൂ ഉണ്ടാവുന്നത് കോവിഡ് കാല സമയത്താണ്. കുറഞ്ഞ വിലയിൽ ഒരുപാട് കാലം സൂക്ഷിക്കാൻ പറ്റുന്ന ഭക്ഷണം എന്ന നിലയിൽ പാർലേജി അന്ന് ഇന്ത്യയിൽ വൻ വിറ്റുവരവ് നേടി. നിലവിൽ 8ഓളം രാജ്യങ്ങളിൽ പാർലേജിക്ക് ഫാക്ടറികളുണ്ട്. ഇവിടെ നിന്നെല്ലാമായി ഒരു മാസം 1 ബില്യണോളം ബിസ്ക്കറ്റുകൾ പുറത്തിറങ്ങുന്നുമുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും വേഗം 5000 കോടി ടേൺ ഓവർ പൂർത്തിയാക്കിയ കമ്പനിയും പാർലേജിയാണ്. ചായക്ക് 2 രൂപയായിരുന്ന കാലത്തും 12 രൂപയുള്ള ഈ കാലത്തും പാർലേജിയുടെ ചെറിയ പാക്കിന് 5 രൂപ തന്നെയാണ്. വിലയോ ടേസ്റ്റോ ഡിസൈനിങ്ങോ ഒന്നും മാറ്റാതെ പാർലേജി ഇന്നും അവരുടെ ബിസ്ക്കറ്റിനെ നിലനിർത്തി പോരുന്നു. ഇന്ന് മോഹൻ ദയാളിന്റെ 3ാം തലമുറയാണ് ഈ ബിസിനസ് റൺ ചെയ്യുന്നത്. പാർലേജിയുടെ കഥ കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? പാർലേജിയുടെ ചരിത്രത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഇൻസ്പയർ ആയിട്ടുള്ള കാര്യം എന്താണ്? കമന്റായി ഞങ്ങളെ അറിയിക്കൂ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.